എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം മനോഹരങ്ങളായ നക്ഷത്ര വിളക്കുകളായിട്ട് തീരുവാൻ വേണ്ടി, കാലഘട്ടത്തിൽ ഒരു നക്ഷത്രമായിട്ട് തീരാൻ വേണ്ടിയാണ്. ഒരു വെറുതെ പ്രകാശിപ്പിക്കുക മാത്രമല്ല, അല്ലെ പ്രകാശിക്കുക മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് നന്മയിലേക്ക് നയിക്കുന്ന നക്ഷത്രമായിട്ട് മാറും. അവർ കണ്ട നക്ഷത്രം അവരെ ഈശോയിലേക്ക് നയിക്കുന്നതായി. എന്നെ കണ്ടുകൊണ്ട് എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ മാതാപിതാക്കള്, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എന്നെ നോക്കി യാത്ര ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈശോയുടെ അടുത്തേക്ക് വരുവാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ മനോഹരമായ നക്ഷത്രമാണ്. ഇനി അതല്ല എൻ്റെ ജീവിതം അവരെ തിന്മയിലേക്കാണ് നയിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളൊക്കെ അറിയാതെയോ ഹെറോദേസിനെ പോലെ അസ്വസ്ഥത അനുഭവിക്കുകയാണ് ഈശോയുടെ ഈ ജനനത്തിൽ. ആത്മാർത്ഥമായിട്ട് തീരുമാനമെടുക്കാം. പരിശുദ്ധ അമ്മ നല്ലൊരു നക്ഷത്രമായിട്ട് തീർന്നതുകൊണ്ടാണ് അവൾക്ക്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ദൈവത്തിനു മുമ്പിൽ സമർപ്പണം നടത്തി ഈശോയ്ക്ക് ജന്മം നൽകുവാൻ സാധിച്ചത്. യോസേപ്പ് പിതാവും തന്റെ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ സ്വപ്നം പൂർത്തീകരിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ മനോഹരമായ നക്ഷത്രമായിട്ട് തീരാൻ യോസേപ്പ് പിതാവിന് സാധിച്ചത് കൊണ്ടാണ്, അനുഗ്രഹമായിട്ട് തീരാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ ദൈവം വിളിച്ചിരിക്കുന്നത് നല്ല നക്ഷത്രങ്ങളായിട്ട് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ചു വാക്കുകളിലൂടെ, പ്രവൃത്തിയിലൂടെ, ചിന്തയിലൂടെ ഈശോയ്ക്ക് ജന്മം നൽകുന്നവരായിട്ട് മാറുന്നവരായിട്ട് ഈ കാലഘട്ടത്തിൽ അനുഗ്രഹങ്ങളായിട്ട് മാറാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് തീരുമാനമെടുക്കാം. നോമ്പിന്റെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈശോയ്ക്ക് ജന്മം നൽകുന്നവരായിട്ട് മാറാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കുവാൻ തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം നമ്മെ സ്നേഹിച്ച മിശിഹ. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ക്രിസ്മസിനായി ഒരുങ്ങുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഈശോ വന്ന് ജനിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഡിസംബർ മാസം നമ്മൾ മൂവ്മെന്റ് ഫോർമേഷന്റെ ദിവസങ്ങളൊക്കെ ആയിട്ട് ആചരിക്കുമ്പോൾ നമ്മളൊക്കെ ക്രിസ്തു ജനിക്കുവാനും ക്രിസ്തു രൂപാന്തരപ്പെടുവാനും ഒക്കെയായി നമുക്ക് പരിശ്രമിക്കാം. അതിനായി സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷം 1-ാം അധ്യായം. മറിയത്തിന്റെ സ്വസ്ത്രീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്നെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ കരവോളം അവിടുന്ന് കരുണ വിശ്വസിച്ചിരിക്കുന്നു. അവിടുന്ന് എന്നെ പൂജ കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയജാലത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധരാക്കി. സമ്പന്നരെ അയച്ചു. തന്റെ കാരുണ്യം അനുസരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാവായ അബ്രഹാമിനോടും എന്നേക്കുമായ ചെയ്ത അവളോട് കൂടെ 3 മാസം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി.